നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ് സണ്ടൂപാം. തലവേദന വരുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ഈ മരുന്നാണ്. ശരീരവേദന വരുമ്പോഴും നമ്മൾ സണ്ടൂപാം ഉപയോഗിക്കുന്നു. 100-ലേറെ വർഷത്തെ വലിയൊരു ചരിത്രം ഈ ചെറിയ കുപ്പിക്കുണ്ട്. എങ്ങനെയാണ് സണ്ടൂപാം ഉണ്ടായത് എന്ന കഥ വളരെ രസകരമാണ്. ഈ കമ്പനിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് പലർക്കും അറിയില്ല. സണ്ടൂപാമിന്റെ പൂർണ്ണമായ ചരിത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് ഈ കഥ തുടങ്ങുന്നത്. ഗുജറാത്തിൽ ഒരു മികച്ച ആയുർവേദ വൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കരുണാശങ്കർ എന്നായിരുന്നു. എന്നാൽ എല്ലാവരും അദ്ദേഹത്തെ സഞ്ജു ബഡ്ജി എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ പിതാവായ വിഡൽ ബഡ്ജിയും വലിയൊരു വൈദ്യനായിരുന്നു. ജാംനഗറിലെ രാജാവായ രൺമൽ രാജാവിന്റെ സ്വന്തം വൈദ്യനായിരുന്നു അദ്ദേഹം. തന്റെ പിതാവിൽ നിന്നാണ് സണ്ടു ബഡ്ജി ആയുർവേദം പഠിച്ചത്. രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ സണ്ടു ബഡ്ജിക്ക് വലിയ കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരുന്നുകൾ വളരെ ഫലപ്രദമായിരുന്നു. ജാംനഗറിലെ രാജാവിന് അദ്ദേഹത്തിന്റെ ചികിത്സയിൽ വലിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് മരുന്നുകൾ ഉണ്ടാക്കാൻ രാജാവ് ഒരു പ്രത്യേക സ്ഥലം നൽകി. രംഗമതി നദിയുടെ തീരത്തായിരുന്നു ഈ സ്ഥലം. 1864-ൽ അദ്ദേഹം അവിടെ ഒരു പരീക്ഷണശാല തുടങ്ങി. ഇതായിരുന്നു സണ്ടൂപാമിന്റെ തുടക്കം. പിന്നീട് വർഷങ്ങൾ പലതും കഴിഞ്ഞു. 1910-ാം വർഷം എത്തി. സണ്ടു ബഡ്ജിയുടെ കൊച്ചുമകൻ ഒരു പുതിയ കമ്പനി തുടങ്ങി. അദ്ദേഹത്തിന്റെ പേര് ജുഗത്റാം വൈദ്യ എന്നായിരുന്നു. രസതന്ത്രത്തിലും ഫാർമസിയിലും അദ്ദേഹത്തിന് വലിയ അറിവുണ്ടായിരുന്നു. ആയുർവേദവും ആധുനിക സാങ്കേതിക വിദ്യയും ഒന്നിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം സണ്ടു ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സ് എന്ന കമ്പനി സ്ഥാപിച്ചു. തന്റെ പ്രിയപ്പെട്ട മുത്തച്ഛന്റെ പേരിലാണ് അദ്ദേഹം കമ്പനി തുടങ്ങിയത്. ഈ വലിയ ഉദ്യമത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരാൾ കൂടി എത്തി. അദ്ദേഹത്തിന്റെ പേര് മധുരദാസ് പരീഖ് എന്നായിരുന്നു. ആയുർവേദ മരുന്നുകൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ആദ്യത്തെ 9 വർഷം കമ്പനി വലിയ വിജയം നേടി. കമ്പനി വളരെ വേഗം വളർന്നു. കൂടുതൽ മരുന്നുകൾ നിർമ്മിക്കാൻ അവർക്ക് പുതിയ സംവിധാനങ്ങൾ വേണ്ടി വന്നു. 1919-ൽ കമ്പനി ഓഹരികൾ പുറത്തിറക്കി. അങ്ങനെ ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി. സണ്ടു കമ്പനി പിന്നീട് നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. 300ഓളം ആയുർവേദ ഉൽപ്പന്നങ്ങൾ അവർ വിപണിയിൽ എത്തിച്ചു. അതിൽ ഏറ്റവും പ്രശസ്തമായ ഉൽപ്പന്നങ്ങളായിരുന്നു സണ്ടൂപാം, സണ്ടു ചവനപ്രാശം, സണ്ടു പഞ്ചാരിഷ്ടം, തൃശൂൺ. സണ്ടൂപാം പെട്ടെന്ന് ജനങ്ങളുടെ ഹൃദയം കീഴടക്കി. പച്ച നിറത്തിലുള്ള ആ ചെറിയ കുപ്പി എല്ലാ വീടുകളിലും എത്തി. ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മരുന്നായിരുന്നു ഇത്. തലവേദനയ്ക്കും പേശിവേദനയ്ക്കും ഇത് പെട്ടെന്ന് ആശ്വാസം നൽകി. 1930-ൽ അവർ അലോപ്പതി മരുന്നുകളും നിർമ്മിക്കാൻ തുടങ്ങി. എന്നാൽ ആയുർവേദത്തിൽ തന്നെയായിരുന്നു അവരുടെ പ്രധാന ശ്രദ്ധ. കമ്പനിയുടെ വളർച്ചയിൽ പരീഖ് കുടുംബം വലിയ പങ്ക് വഹിച്ചു. ഡോക്ടർ KM പരീഖ് എന്ന വ്യക്തി കമ്പനിയെ ആധുനികവൽക്കരിച്ചു. അദ്ദേഹം ഫാർമസി പഠിച്ച ഒരു മികച്ച ശാസ്ത്രജ്ഞനായിരുന്നു. ജർമ്മനിയിലെ മ്യൂണിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത്. അദ്ദേഹം കമ്പനിയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. 1990-ൽ സണ്ടു ഫൗണ്ടേഷൻ ഫോർ ഹെൽത്ത് കെയർ ആരംഭിച്ചു. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കർഷകർക്ക് ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യാൻ ഇവർ സഹായം നൽകി. 2008-ാം വർഷം കമ്പനിയുടെ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവായി. കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇമാമി എന്ന വലിയ കമ്പനി സണ്ടൂപാമിനെ നോട്ടമിട്ടു. RS അഗർവാൾ, RS ഗോയങ്ക എന്നീ 2 പേർ ചേർന്ന് തുടങ്ങിയ കമ്പനിയാണ് ഇമാമി. അവരുടെ പ്രശസ്തമായ ഉൽപ്പന്നങ്ങളിൽ ബോറോ പ്ലസ്, നവരത്ന ഓയിൽ, ഫെയർ ആൻഡ് ഹാൻസം എന്നിവ ഉൾപ്പെടുന്നു. ആയുർവേദ രംഗത്ത് കൂടുതൽ വളരാൻ ഇമാമി ആഗ്രഹിച്ചു. സണ്ടു ഫാർമസ്യൂട്ടിക്കൽ സ്വന്തമാക്കുന്നത് തങ്ങളുടെ ബിസിനസ്സിന് നല്ലതാണെന്ന് അവർ കരുതി. അങ്ങനെ സണ്ടു കുടുംബത്തിലെ വൈദ്യ വിഭാഗം തങ്ങളുടെ ഓഹരികൾ ഇമാമിക്ക് വിൽക്കാൻ തയ്യാറായി. ദേവ്കുമാർ വൈദ്യയും അനിത വൈദ്യയും ചേർന്ന് അവരുടെ ഓഹരികൾ വിറ്റു. 23.5% ഓഹരികൾ അവർ ഇമാമിക്ക് നൽകി. എന്നാൽ പരീഖ് കുടുംബം ഇതിനെ ശക്തമായി എതിർത്തു. വർഷങ്ങളായി കമ്പനി നിയന്ത്രിക്കുന്നത് പരീഖ് കുടുംബമായിരുന്നു. അവർ കമ്പനിയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇത് വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചു. ഇമാമി പിന്മാറാൻ ഒട്ടും തയ്യാറായില്ല. അവർ കൂടുതൽ ഓഹരികൾ വാങ്ങാൻ ഒരു ഓപ്പൺ ഓഫർ പ്രഖ്യാപിച്ചു. മാസങ്ങൾ നീണ്ട പോരാട്ടം നടന്നു. പരീഖ് കുടുംബം തങ്ങളുടെ ഓഹരികൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. അവർ കമ്പനി ലോ ബോർഡിനെയും കോടതിയെയും സമീപിച്ചു. എന്നാൽ ഇമാമി വളരെ ബുദ്ധിപരമായി കരുക്കൾ നീക്കി. അവസാനം പരീഖ് കുടുംബം തോൽവി സമ്മതിച്ചു. ഒരു ഓഹരിക്ക് 16,500 എന്ന നിരക്കിൽ ഇമാമി പണം നൽകി. ഏകദേശം 730 കോടി രൂപയ്ക്ക് ഇമാമി സണ്ടു കമ്പനിയെ മുഴുവനായി സ്വന്തമാക്കി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഏറ്റെടുക്കലുകളിൽ ഒന്നായിരുന്നു ഇത്. സണ്ടൂപാം എന്ന വലിയ ബ്രാൻഡ് ഇമാമിയുടെ സ്വന്തമായി മാറി. ഇമാമിയുടെ കൈകളിൽ എത്തിയ ശേഷം സണ്ടൂപാമിന് ഒരു രസകരമായ അനുഭവം ഉണ്ടായി. 2010-ൽ ഒരു വലിയ സംഭവം നടന്നു. സൽമാൻ ഖാൻ അഭിനയിച്ച ദബാങ് എന്ന ബോളിവുഡ് സിനിമ അന്ന് പുറത്തിറങ്ങി. ഈ സിനിമയിൽ മലൈക അറോറ അഭിനയിച്ച മുന്നി ബദനാം ഹുയി എന്ന പാട്ടും ഉണ്ടായിരുന്നു. ഈ പാട്ട് ഇന്ത്യയിൽ ഒട്ടാകെ വലിയ ഹിറ്റായി മാറി. എന്നാൽ ഈ പാട്ടിന്റെ വരികളിൽ സണ്ടൂപാം എന്ന പേര് ഉപയോഗിച്ചിരുന്നു. അനുവാദമില്ലാതെ തങ്ങളുടെ ബ്രാൻഡിന്റെ പേര് സിനിമയിൽ ഉപയോഗിച്ചത് ഇമാമിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ സിനിമയുടെ നിർമ്മാതാവായ അർബാസ് ഖാന് വക്കീൽ നോട്ടീസ് അയച്ചു. പകർപ്പവകാശ ലംഘനം ആരോപിച്ച് പാട്ട് പിൻവലിക്കണം എന്നായിരുന്നു ഇമാമിയുടെ ആവശ്യം. തങ്ങളുടെ ബ്രാൻഡിനെ അപകീർത്തിപ്പെടുത്തിയെന്നും അവർ പരാതിപ്പെട്ടു. 24 മണിക്കൂറിനുള്ളിൽ പാട്ടിൽ നിന്ന് ആ പേര് മാറ്റണം എന്ന് ഇമാമി ആവശ്യപ്പെട്ടു. ഇതൊരു വലിയ വിവാദമായി മാറി. വാർത്താ ചാനലുകളിൽ എല്ലാം ഇത് വലിയ ചർച്ചയായി. പക്ഷേ പിന്നീട് വളരെ ബുദ്ധിപരമായ ഒരു നീക്കം അവിടെ നടന്നു.
പ്രശസ്ത പരസ്യ സംവിധായകൻ പ്രഹ്ലാദ് കക്കർ ഇതിലിടപെട്ടു. കോടതിക്ക് പുറത്തുവെച്ച് അവർ ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചു. സിനിമയുടെ നിർമ്മാതാക്കളും ഇമാമിയും തമ്മിൽ ഒരു പുതിയ കരാറിലെത്തി. പാട്ടിലെ വരികൾ അതേപടി നിലനിർത്താൻ അവർ തീരുമാനിച്ചു. അതിനേക്കാൾ രസകരമായ കാര്യം മറ്റൊന്നായിരുന്നു. മലൈക്ക അറോറയെ തന്നെ സണ്ടുബാമിന്റെ ബ്രാൻഡ് അംബാസഡറായി ഇമാമി നിയമിച്ചു. ഏകദേശം 1 കോടി രൂപയ്ക്കാണ് അവർ ഈ കരാർ ഉറപ്പിച്ചത്. ഈ പാട്ടിന്റെ വലിയ ജനപ്രീതി സണ്ടുബാമിന്റെ പരസ്യത്തിനായി അവർ ഉപയോഗിച്ചു. വിൽപ്പനയിൽ വലിയ വർധനവുണ്ടായി. അതൊരു മികച്ച മാർക്കറ്റിംഗ് തന്ത്രമായി മാറി. പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റിയതിന്റെ മികച്ച ഉദാഹരണമായിരുന്നു ഇത്. ഇമാമി സണ്ടുബാമിനെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചു. പഴയ ഗ്ലാസ് കുപ്പി മാറ്റി അവർ പുതിയ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുവന്നു. ഉൽപ്പന്നം കൂടുതൽ ആകർഷകമാക്കി മാറ്റി. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ സണ്ടുബാം ലഭ്യമാക്കി. പരസ്യങ്ങൾക്കായി ഇമാമി കോടിക്കണക്കിന് രൂപ ചിലവാക്കി. വീരേന്ദർ സേവാഗ്, ദിനേശ് കാർത്തിക്, അമിത് മിശ്ര, സൂര്യ, ജൂനിയർ NTR തുടങ്ങി പല പ്രശസ്തരെയും അവർ പരസ്യങ്ങളിൽ ഉൾപ്പെടുത്തി. ചെറുപ്പക്കാരെ കൂടി ആകർഷിക്കാൻ ഇത് വളരെ സഹായിച്ചു. ദക്ഷിണേന്ത്യയിൽ പ്രചാരം കൂട്ടാൻ നടൻ സൂര്യയെയും ജൂനിയർ NTRനെയും പരസ്യത്തിൽ ഉൾപ്പെടുത്തിയത് വലിയ വിജയമായി. സണ്ടു എന്ന ബ്രാൻഡിന് കീഴിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി. കേസരി ജീവൻ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ വലിയ വിജയം നേടി. ഇന്ത്യക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിലേക്കും സണ്ടുബാം കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. ആധുനിക സാങ്കേതിക വിദ്യയും ആയുർവേദവും ഒത്തുചേർന്നപ്പോൾ വലിയ മാറ്റം സംഭവിച്ചു. ഗവേഷണങ്ങൾക്കായി ഇമാമി വലിയ തുക മാറ്റിവെച്ചു. മരുന്നുകളുടെ നിലവാരം ഉറപ്പുവരുത്താൻ ഇതേറെ സഹായിച്ചു. ഒരു ചെറിയ ആയുർവേദശാലയിൽ തുടങ്ങിയ സണ്ടുബാം ഇന്നൊരു വലിയ ആഗോള ബ്രാൻഡാണ്. ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടാണ് അതിവിടെ എത്തിയത്. കുടുംബ വഴക്കുകൾ, ബിസിനസ് ഏറ്റെടുക്കലുകൾ, നിയമപ്രശ്നങ്ങൾ എന്നിങ്ങനെ പലതും ഈ കമ്പനി കടന്നുപോയി. എന്നാൽ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ അവർക്ക് എപ്പോഴും കഴിഞ്ഞു. 100 വർഷം കഴിഞ്ഞിട്ടും സണ്ടുബാം ഇന്നും നമ്മുടെ വീടുകളിൽ ഒരു അത്യാവശ്യ മരുന്നായി തുടരുന്നു. വേദന സംഹാരികളുടെ വിപണിയിൽ ഇന്നും 1-ാം സ്ഥാനം സണ്ടുബാമിന് തന്നെയാണ്. ഇതൊരു വലിയ വിജയഗാഥയാണ്. ഗുണമേന്മയുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അത് കാലങ്ങളെ അതിജീവിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സണ്ടുബാം. പഴയ ആയുർവേദ പാരമ്പര്യവും പുതിയ കാലത്തെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ചേർന്നപ്പോൾ സണ്ടുബാമിന്റെ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു. ആരോഗ്യവും സാങ്കേതിക വിദ്യയും പരസ്യവും എങ്ങനെ ഒരു ബ്രാൻഡിനെ വളർത്തുന്നു എന്ന് സണ്ടുബാം കാണിച്ചു തരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും വലിയ നന്ദി.